ഇത് എലമെൻ്ററി മേറ്റ്സിലെ സിംഗിൾ റൂക്ക് ചെക്ക് മേറ്റാണ്. ആദ്യം നമ്മൾ ഡബിൾ റൂക്കിലും ക്യൂൻ മേറ്റിലൊക്കെ പറഞ്ഞ പോലെ കിങ് താഴേക്ക് വരാതിരിക്കാൻ നമ്മൾ റൂക്ക് H4 വെക്കുക. അപ്പോൾ H4 വെക്കുമ്പോൾ കിങ് ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഇതിനടുത്തേക്ക് വരും. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കിങ് മുന്നോട്ട് കളിക്കണം. മറ്റുള്ള പീസിലൊന്നും കിങ് ഇങ്ങനെ കളിക്കേണ്ടി വരില്ല. എന്നാൽ ഇത് കിങ് കൊണ്ട് നമ്മുടെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി മൂവ് നടത്താൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കിങ് മുന്നോട്ട് കളിക്കേണ്ടി വരുന്നത്. അപ്പോൾ കിങ് നമ്മൾ F2ലേക്ക് കളിക്കുക, കുറച്ചും കൂടെ അടുത്തേക്ക്. അപ്പോൾ ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി കിങ് മൂവ് ചെയ്യും. അപ്പോൾ നമ്മളിതിന് സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, ബോർഡിൻ്റെ ഏകദേശം സെൻറ്ററിലേക്ക് റൂക്കിനെ മാറ്റാം. അപ്പോൾ കിങ് നമ്മുടെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി F5ലേക്ക് കളിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കിങ് കൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സെൻറ്ററിൽ റൂക്ക് നിൽക്കുന്നതിനെ കൊണ്ട് കിങ്ങിന് ഏരിയ വളരെ കുറവാണ്. കിങ്ങിന് ഇപ്പോൾ 12 സ്ക്വയറിലേ കിങ്ങിന് കളിക്കാൻ പറ്റുള്ളൂ. ആ ഏരിയ നമ്മൾ കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കിങ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കിങ് കളിക്കും. അപ്പോൾ നമ്മൾ റൂക്ക് കൊണ്ട് ചെക്ക് കൊടുക്കുക. ചെക്ക് കൊടുക്കുമ്പോൾ കിങ് നേരെ മുകളിലേക്ക് കളിക്കും. അപ്പം നമ്മൾ വീണ്ടും മുന്നോട്ട് കളിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ കിങ് ഇവിടെ കളിച്ച് കഴിഞ്ഞാൽ ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും ബ്ലോക്ക് ചെയ്യുക റൂക്ക് കൊണ്ട്, ഇങ്ങനെയും കളിക്കുക, കുഴപ്പമൊന്നുമില്ല. കാരണം കിങ്ങിൻ്റെ എൻട്രി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ കിങ്ങും മുകളിലേക്ക് കളിക്കുമ്പോൾ നമ്മളെ കിങ് ഫ്രണ്ടിലേക്ക് കളിക്കുക. അപ്പോൾ കിങ് സൈഡിലേക്കോ എൻഡിലേക്കോ കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂക്ക് കൊണ്ട് ചെക്ക് കൊടുക്കുക. ഇതൊക്കെ പ്ലാൻ കിങ്ങിനെ എൻഡിലെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കിങ് മുകളിലേക്ക് കളിച്ചാൽ നമ്മുടെ കിങ് മുന്നോട്ട് കളിക്കും. അപ്പോൾ കിങ് സൈഡിലേക്ക് H8 കളിച്ചാൽ നമ്മൾ റൂക്ക് കൊണ്ട് F8 വെച്ചാൽ ചെക്ക് മേറ്റായി. ഇങ്ങനെയാണ് സിംഗിൾ റൂക്ക് ചെക്ക് മേറ്റ്. ഓക്കെ.